Manera's boxിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിൽ ഒരു പയർ മെഴുക്ക് വരട്ടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനു മുമ്പിൽ നമുക്ക് പൊട്ടറ്റോ മെഴുക്ക് വരട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. വളരെ സ്വാദാണത്. അത് കാണാത്തവർ കാണുക. പക്ഷേ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി പോലെ അല്ല. ഇത് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കറിയാം മെഴുക്ക് വരട്ടികളെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും അതുപോലെ മസാലകൾ ഒന്നും യൂസ് ചെയ്യാത്തതുമാണ്. അതായത് കുറച്ച് മുളകും ഉള്ളിയും മാത്രം മതിയാകും നമുക്ക് മെഴുക്ക് വരട്ടിക്കെല്ലാം. നിങ്ങൾക്ക് അറിയാനുള്ളതാണ്. എന്നാലും ഞാൻ ഒന്ന് കാണിക്കണതേ ഉള്ളൂ. പക്ഷേ പൊട്ടറ്റോ മെഴുക്ക് വരട്ടി മാത്രമാണ് ഒരു ശകലം സമയം അല്പം കൂടുതൽ എടുക്കുന്നത്. ബാക്കി എല്ലാ മെഴുക്ക് വരട്ടിയും ഉടനെ തന്നെ ഒരു 5-6 മിനിറ്റിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് സ്വാദുമാണ്, വളരെ സ്വാദുമാണ്. അതായത് കൂടുതലും മസാലകൾ എടുക്കാത്തതുകൊണ്ട് അത് ഹെൽത്തിയുമാണ്. അപ്പം നമുക്കിപ്പം ഈ പയർ മെഴുക്ക് വരട്ടിക്കായിട്ട് ഞാൻ ഒരു കെട്ട് പയറെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബണ്ടിലാണ് എടുത്തിട്ടുള്ളത്. അതായത് എൻ്റെ ഇപ്പം വെയിറ്റ് നോക്കുമ്പോൾ ഒരു 300 ഗ്രാംസ് ഉണ്ട്. ഇത് നമുക്കിത് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് പയറുകൾ ഈ തോലോടുകൂടിയുള്ള സാധനങ്ങൾ നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. അല്പം വിനീഗർ ഒഴിച്ച് അതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് വിനീഗർ വെള്ളത്തിൽ ഇതൊരു 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒന്ന് ഓർഡിനറി വാട്ടറിൽ വാഷ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ അതിലെന്തെങ്കിലും മരുന്നുകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം പോകും. നല്ല ഇതാണ്. അപ്പം അങ്ങനെ നിങ്ങൾ പറ്റണത് ഇതുപോലെ തോലോടുകൂടെ എടുക്കണ വെജിറ്റബിൾസ്, അതായത് ഇപ്പോൾ പയർ, വെണ്ടയ്ക്ക, കത്തിരിക്ക, അതൊക്കെ അങ്ങനെ അതുപോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് വിനീഗർ വെള്ളത്തിൽ ഒന്ന് വാഷ് ചെയ്ത് സോക്ക് ചെയ്ത് ഓർഡിനറി വെള്ളത്തിൽ വാഷ് ചെയ്ത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പേടിക്കാതെ യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കിതിപ്പോൾ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് സൈഡൊക്കെ മുറിക്കണം. ഇവിടെയും ഒന്ന് മുറിച്ച് കളഞ്ഞിട്ട് നമുക്ക് കുറച്ച് വലിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ കാണിക്കാം. ഞാൻ ഇപ്പോൾ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. കാണുന്നുണ്ട്, ഈ വലിപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തതിന് ഞാൻ ഇപ്പോൾ കുറച്ച് ചെറുതായിട്ട് ഇത് കുക്ക് ചെയ്താണ് എടുക്കേണ്ടത്. അതായത് ഒരു 3/4 ഭാഗം നമുക്ക് കുക്ക് ചെയ്ത് എടുക്കണം. ഇപ്പോൾ ഞാൻ ഇത് ഓവനിലാണ് കുക്ക് ചെയ്യാൻ പോകുന്നത്. ഒരു 5 മിനിറ്റ്സ് ഓവനിൽ വെച്ച് എടുക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പം പാനിലാണെങ്കിൽ ഒരു ശകലം, അതായത് ഒരു 1/4 കപ്പ് വേണ്ട, അല്പം വെള്ളം തളിച്ചിട്ട് അല്ലെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിരിക്കും. കുറച്ച് ഉപ്പിടാം നമുക്കിതിലേക്ക്. ഉപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ മൈക്രോവേവ് ഓവനിൽ ഇത് അടച്ചു വെച്ചിട്ടാണ് കുക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ അതുമായിട്ട് ഇവിടെ ഓവനിലായതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ പാനിൽ വെക്കണമെങ്കിൽ ഒരു ശകലം വെള്ളം യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് കോക്കനട്ട് ഓയിൽ എടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ലതാണ്. ചൂടായ ഓയിലിലേക്ക് നമുക്കിതിടാം. ഓണിയൻ ഇടാം. ഞാൻ ഒരു ചെറിയ മീഡിയം സൈസ് ഓണിയൻ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇടാം. നിങ്ങൾ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ചെറിയ ഉള്ളി എടുക്കുക. അതാണ് നമ്മുടെ മെഴുക്ക് വരട്ടിക്ക് സ്വാദ് കൊടുക്കുന്നത്. എനിക്ക് ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത് വലിയ ഉള്ളി എടുത്തിട്ടുള്ളത്. ചെറിയ ഉള്ളി മസ്റ്റ്, ചെറിയ ഉള്ളി എടുക്കുക. നാട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ ഉള്ളി നല്ല അവൈലബിൾ ആണ്. അപ്പോൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സ്വാദായിരിക്കും. അതുപോലെ ഞാൻ ഇപ്പോൾ തേങ്ങ എണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ അതെടുക്കുക. അപ്പോൾ ഇത് കുറച്ച് ചെറുതായിട്ട് കളർ മാറുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് ഒരു ശകലം ഉപ്പിടാം. നമുക്ക് അവിടെ ഉപ്പിട്ടിട്ടാണ് പയർ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു ശകലം ഉപ്പിടുക. കൂടിപ്പോയാൽ പിന്നെ ശരിയാക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് നോക്കിയിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ഇടാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 അല്ലെങ്കിൽ 3 ടീസ്പൂൺ നമുക്ക് മുളക് ചതച്ചതിടാം. കുറച്ച് എരിവ് മെഴുക്ക് വരട്ടിക്ക് നല്ലതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടുക. അപ്പോൾ ഇതുകൂടെ ഒന്ന് ഈ മുളകിൻ്റെ ഒരു പച്ച സ്മെൽ മാറ്റാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും മുളകൊക്കെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കണം പയർ ആഡ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഒരു 3 മിനിറ്റാണ് മൈക്രോവേവ് ഓവനിൽ കുക്ക് ചെയ്തിട്ടുള്ളത്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. നിങ്ങൾ ആ പയറിൻ്റെ വെള്ളത്തോടു കൂടെ തന്നെ ആഡ് ചെയ്തേക്ക്. ഞാൻ ഇപ്പോൾ വെള്ളം ഒഴിച്ചില്ല, എന്നാലും ആ പയറിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഞാൻ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കുറച്ചുകൂടെ ഒന്ന് വേവിക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടച്ച് തുറന്ന് കുക്ക് ചെയ്യായിരുന്നു. ഇതെല്ലാം ഇപ്പം നമുക്ക് നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം ക്രഷ്ഡ് ചില്ലി ഇല്ലെങ്കിൽ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്താലും കുഴപ്പമില്ല. എരിവ് നോക്കുക. അപ്പോൾ എനിക്കെല്ലാം കറക്റ്റാണ്. നല്ല കുഴയാതെ നല്ല പോലെ കുക്കായിട്ടുണ്ട്. നിങ്ങൾ ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്യാം. നിങ്ങളുടെ മനേറാസ് ബോക്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ബെൽ ബട്ടൺ വരും. അത്
കൂടെ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. നിങ്ങൾ ഒരുപാട് സമയം ഇളക്കി അത് ഉടയ്ക്കണ്ട. ഇത് കറക്റ്റാണ് ഇപ്പോൾ എല്ലാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ മെഴുക്ക് വരട്ടി ഇവിടെ ഞാൻ മാറ്റിയിട്ടുണ്ട് ബൗളിലോട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്